ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ പ്രത്യാക്രമണങ്ങളുടെ മുനയൊടിച്ചത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 ആണ്. റഷ്യ വികസിപ്പിച്ച ദീർഘദൂര ഭൂതല മിസൈൽ പ്രതിരോധ സംവിധാനമാണ് S-400. S-400നെ കണക്കാക്കുന്നത് ലോകത്തിലെ നിലവിലുള്ള ഏറ്റവും നൂതനവും ശക്തവുമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നായിട്ടാണ്. യുദ്ധഭീഷണികൾക്കെതിരെ കരുത്തുറ്റ പ്രതിരോധം തീർക്കാൻ ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കഴിയും. ഡ്രോണുകൾ, മിസൈലുകൾ, റോക്കറ്റുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിങ്ങനെ എല്ലാത്തരം വ്യോമാക്രമണങ്ങളെയും പ്രതിരോധിക്കാനുള്ള ശേഷി ഇതിനുണ്ട്. മാത്രമല്ല, നുഴഞ്ഞുകയറ്റ വിമാനങ്ങൾ, ആളില്ലാ വിമാനങ്ങൾ, ക്രൂസ്, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെയും നേരിടാൻ ഇവയ്ക്ക് കഴിയും. റഷ്യയുടെ അൽമാസ് സെൻട്രൽ ഡിസൈൻ ബ്യൂറോയാണ് ഇത് വികസിപ്പിച്ചത്. 2007 കമ്മീഷൻ ചെയ്തു. S-400 ദീർഘദൂര ലക്ഷ്യങ്ങളെ കണ്ടെത്തുകയും ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കുകയും ചെയ്യുന്നു. 4 തരം മിസൈലുകളാണ് ഈ സംവിധാനം സജ്ജീകരിച്ചിരിക്കുന്നത്. 9M96E, 9M96E2 രണ്ടിൻ്റെയും ദൂരപരിധി 120 കിലോമീറ്റർ ആണ്. 48N6DM ദൂരപരിധി 240 കിലോമീറ്റർ, 40N6 ദൂരപരിധി 400 കിലോമീറ്റർ എന്നിവയാണവ. 600 കിലോമീറ്റർ പരിധിയിലുള്ള വസ്തുക്കളെ ട്രാക്ക് ചെയ്യാനും 400 കിലോമീറ്റർ പരിധിയിലുള്ള വസ്തുക്കളെ ലക്ഷ്യമിടാനും ഇതിന് കഴിയും. ഇതിനൊപ്പം 360 ഡിഗ്രി റഡാറും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇന്ത്യൻ സായുധ സേനയും ഇന്ത്യ ഉൾപ്പെടെ മറ്റ് നിരവധി രാജ്യങ്ങളും ഇത് ഉപയോഗിക്കുന്നു. മെച്ചപ്പെട്ട ദൂരപരിധി, വേഗത, ഒന്നിലധികം ലക്ഷ്യങ്ങളെ നേരിടാനുള്ള ശേഷി എന്നിവ ഇതിനെ നിരവധി രാജ്യങ്ങൾക്ക് പ്രിയപ്പെട്ട വ്യോമ പ്രതിരോധ സംവിധാനമാക്കി മാറ്റുന്നു. 36 ലക്ഷ്യങ്ങളെ ഒരേ സമയം നേരിടാനുള്ള ശേഷി ഇവയ്ക്കുണ്ട്. കര, നാവിക, വ്യോമസേനകൾക്ക് ഉപയോഗിക്കാനാകും വിധത്തിലാണ് ഇതിൻ്റെ രൂപകൽപ്പന. ഇവയിലെ നൂതന റഡാറിന് 600 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ഒരേ സമയം 300 ലക്ഷ്യങ്ങളെ വരെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും കഴിയും. എങ്ങനെയാണ് S-400ൻ്റെ പ്രവർത്തന രീതി? S-400 വ്യോമപ്രതിരോധ സംവിധാനം അത് സംരക്ഷിക്കേണ്ട പ്രദേശത്ത് ഒരു ഭീഷണി കണ്ടെത്തുകയാണെങ്കിൽ ഭീഷണിയുടെ പാത മനസ്സിലാക്കുന്നു. തുടർന്ന് അതിനെ നേരിടാൻ മിസൈലുകൾ പ്രയോഗിക്കുന്നു. കമാൻഡ് വാഹനത്തിലേക്ക് വിവരങ്ങൾ കൈമാറുന്ന ദീർഘദൂര നിരീക്ഷണ റഡാറുകൾ ഈ സംവിധാനത്തിലുണ്ട്. ലക്ഷ്യം തിരിച്ചറിയുമ്പോൾ കമാൻഡ് വാഹനം മിസൈൽ വിക്ഷേപത്തിന് ഉത്തരവിടുകയാണ് ചെയ്യുന്നത്. അമേരിക്കയുടെ കടുത്ത അതൃപ്തി മറികടന്നാണ് ഇന്ത്യ S-400 വ്യോമപ്രതിരോധ സംവിധാനം വാങ്ങിയത്. അമേരിക്കയുടെ MM-104 പാട്രിയറ്റ് സംവിധാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മെച്ചപ്പെട്ടതായിരുന്നു S-400. S-400 സംവിധാനം വാങ്ങിയാൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് US ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിക്ക് ഈ സംവിധാനം വാങ്ങിയതിൻ്റെ പേരിൽ 2023 ഡിസംബറിൽ US ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. കൂടുതൽ S-400 വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യ വാങ്ങാൻ ഒരുങ്ങുന്നതായി ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വന്നു. ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നതായി റഷ്യൻ അധികൃതരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2018 S-400 വ്യോമപ്രതിരോധ സംവിധാനം വാങ്ങാനുള്ള കരാറിൽ ഇന്ത്യയും റഷ്യയും ഒപ്പുവെച്ചത്. 3 യൂണിറ്റുകൾ ഇതുവരെ കൈമാറിയിട്ടുണ്ട്. അവശേഷിക്കുന്ന 2 യൂണിറ്റുകൾ 2027 കൈമാറും. ഓപ്പറേഷൻ സിന്ദൂറിൽ S-400 നിർണായക പങ്കാണ് വഹിച്ചത്. ഇതേ തുടർന്നാണ് കൂടുതൽ യൂണിറ്റുകൾ വാങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ.